യുവർ ഓണർ, എന്റെ കക്ഷി ജോയ് താക്കോൽക്കാരനെ ആക്രമിച്ച് ഫാക്ടറി തല്ലി തകർത്ത 3 RIP പാർട്ടി ഭാരവാഹികളാണിവർ. ഇടിവെട്ട് സാബു, പൈലോ പൊറിഞ്ചു, അയ്യന്തോൾ ഷിബു. ഹലോ, ഇവരാണോ നിങ്ങളെ തല്ലിയത്? അതെ യുവർ ഓണർ. തെളിവ് വല്ലതും ഉണ്ടോ? ഉണ്ട് യുവർ ഓണർ. എന്നെ ശാരീരികമായിട്ട് കീഴ്പ്പെടുത്തുന്നതിൻ്റെ ഇടയിൽ ഞാനും ഒരു തിരിച്ചടി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ നടുക്ക് നിൽക്കുന്ന ചങ്ങായിയുടെ ചന്തിമേല് ഞാൻ ഒരു വെട്ടുവെട്ടിയിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട കോടതി ഒന്ന് പരിശോധിക്കണം. സൈലൻസ്, സൈലൻസ്. ചന്തി പരിശോധിക്കലല്ല എൻ്റെ ജോലി. സോളിഡായ എവിഡൻസ് വല്ലതും ഉണ്ടോ? ഉണ്ടാവില്ല യുവർ ഓണർ. ഇനി ഉണ്ടെങ്കിലും അതുകൊണ്ട് ഈ കേസിന് പ്രത്യേകിച്ച് ഡെവലപ്മെന്റ്സ് ഒന്നും ഉണ്ടാവാനിടയില്ല. കാരണം ഇപ്പറഞ്ഞ 4-ാം തീയതി നടന്ന ഹർത്താലിന് 1.5 മാസം മുമ്പ് ഇവരെ 3 പേരെയും പാർട്ടി അച്ചടക്ക വിധേയമായി ഡിസ്മിസ് ചെയ്തതാണ്. പ്ലീസ് സീ അവർ ഡിഫൻസ് എവിഡൻസ്. ഇവരെ 3 പേരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള പാർട്ടി മിനിറ്റ്സ് ആണിത്. ഡ്യൂലി ഡേറ്റഡ്. This evidence is fabricated, Your Honor. സംഭവം ശരിയാണല്ലോ. അതായത് ജോയ് താക്കോൽക്കാരൻ ആക്രമിക്കപ്പെടുമ്പോൾ ഇവർ പാർട്ടി പ്രവർത്തകരല്ല. അതുകൊണ്ട് തന്നെ പാർട്ടിയും ഈ കേസും തമ്മിലുള്ള ബന്ധം അവസാനിച്ചിരിക്കുന്നു. സോ പ്ലീസ് കൺസിഡർ ദിസ് കേസ് ക്ലോസ്ഡ് യുവർ ഓണർ. പാർട്ടി പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇയാളെ എന്തിനാ തല്ലിയത്? ഞങ്ങളാരും തല്ലിയിട്ടില്ലേട്ടാ. ഏയ് പതുക്കെ, പഴയ ബിൽഡിംഗ്. ഇവര് തല്ലിയിട്ടില്ല എന്ന് പറയുന്നു. പ്രൊഡ്യൂസ് ചെയ്യാൻ തന്റെ എവിഡൻസ് ഒന്നുമില്ല. കേസ് തള്ളി പോവല്ലോ താക്കോൽക്കാരാ. ഏയ് ഇവര് പറയണ കള്ളാണ് യുവർ ഓണർ. പാർട്ടിയുടെ പേരും പറഞ്ഞിട്ടാണ് ഇവറ്റോളെ എന്നെ തല്ലിച്ചതച്ചേ. കോടതിക്ക് വേണ്ടത് പ്രൂഫാണ് മിസ്റ്റർ ജോയ് താക്കോൽക്കാരൻ, അല്ലാതെ ഇതുപോലുള്ള ഇമോഷൻസ് അല്ല. ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കുമെങ്കിൽ ചില കാര്യങ്ങൾ എനിക്ക് ബോധിപ്പിക്കാനുണ്ട്. ആ മാഷ് പറഞ്ഞോളൂ. ഇവരും ഇവരുടെ പാർട്ടിയും ഇവരുടെ വക്കീലും പറയുന്നത് പച്ചക്കള്ളമാണ്. മാഷൊന്ന് തെളിച്ചു പറയൂ. ഈ പറഞ്ഞ 4-ാം തീയതി ഹർത്താലിന് ശേഷം 10-ാം തീയതി നടന്ന വഴുതന പ്രക്ഷോഭത്തിൽ ഇവര് 3 പേരും RIP റെപ്രസെന്റ് ചെയ്ത് പങ്കെടുത്തിട്ടുണ്ട്. ഹർത്താലിന് 1.5 മാസം മുമ്പ് ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ എങ്ങനെ ഇവർക്ക് പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റും? അതിന് വല്ല എവിഡൻസ് ഉണ്ടോ? ഉണ്ട്. ആ പ്രക്ഷോഭം കവർ ചെയ്ത മീഡിയ റിപ്പോർട്ട്സ്, ഫോട്ടോഗ്രാഫ്സ് ഒക്കെ തെളിവായിട്ടുണ്ട്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഈ സാക്ഷിയെ പരിഗണിക്കരുത്. മുൻകൂർ പെർമിഷൻ എടുക്കാതെ കോടതിക്കുള്ളിൽ എങ്ങനെ ഒരു സാക്ഷിയെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും? അങ്ങേക്ക് വേണമെങ്കിൽ എന്റെ വാദങ്ങളൊക്കെ തള്ളിക്കളയാം. പക്ഷെ ഞാൻ പറയുന്നത് സത്യമാണ്. ഈ രാഷ്ട്രീയ നപുംസകങ്ങളുടെ കൂടെ വേദി പങ്കിട്ടതിൽ ഞാൻ ലജ്ജിക്കുന്നു യുവർ ഓണർ. ഇയാളെ കുറെ നേരായിട്ടോ എന്ത് നിന്നെ ഞാനുണ്ടല്ലോ പിടിച്ചു മാറ്റാണ്. അവിടെ പോയിരിക്കണോ? സെക്യൂരിറ്റി. എന്തിട്ട് മാഷ് ഇതൊക്കെ? ഈ കേസും ജയിച്ച് പാർട്ടിക്കാരുടെ നിന്ന് പൈസയും കിട്ടിയിട്ട് എൻ്റെ പ്രോബ്ലം ഒന്നും തീരാൻ പോണില്ല പേട്ടാ. അത് ഇന്നെനിക്ക് ഷുവറായി. നിനക്ക് എത്ര ആഴമുണ്ടം വേണം? എത്ര വേണമെങ്കിലും ഞാൻ ഇവിടെ കൊണ്ടുതരും. അങ്ങനെ വേണ്ട, ഞാൻ അവിടെ കൊണ്ടുതരും. ദേ വരുന്നത് നിന്റെ ഡ്രൈവർ. നമസ്കാരമുണ്ട്. എന്നതാ ഇവിടെ പുതിയൊരു പരിപാടി? നേരെത്രയെന്നറിയോ? നീ പൊക്കോ, ഞാൻ വന്നോളാം. സീരിയസ് മാറ്റർ ആണല്ലോ. കേസിന് എൻ്റെ ഹെൽപ്പ് വല്ലതും വേണോ? നോക്ക്, KC മാത്യൂസിൻ്റെയും പപ്പൻ കോട്ടപ്പുറത്തിൻ്റെയും കംപ്ലീറ്റ് ഫോൺ റെക്കോർഡ്സ് ഞാൻ വേണമെങ്കിൽ ഓഫീസിൽ നിന്ന് എടുത്തുതരാവേ. എടുത്തുതരാവേ. ഇന്ന് പോയടി, എന്നിട്ട് വേണം ഉള്ള പണിയും കൂടി പോവാൻ. അനേ, ഞങ്ങൾ ഒരു കാര്യം ഇങ്ങനെ ആലോചിക്കാറുണ്ടടി. ഒരു കോർപ്പറേറ്റ് ലൈനില് ഇവിടുത്തെ പാപ്പന്മാർക്കൊക്കെ ഗ്രൂപ്പ്സും എടുത്തു കൊടുത്താലോ? അപ്പോൾ പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മെസ്സേജ് അയക്കാമല്ലോ, ഗോട്ടിട്ടെന്ന് പറഞ്ഞിട്ട്. എന്താ എൻ്റെ അഭിപ്രായം? ഒരാനയെ വെച്ച് മറക്കണോ? പിന്നല്ലേ ഒരു ചീഞ്ഞ പോൺ. നീ പോയരാ. When I was a papan, all infants are my brothers and sisters. പോവാൻ ജോയ്. നീ പൊക്കോ, എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്. പണിയൊക്കെ നാളെ എടുക്കാം.
ലെറ്റ്സ് ഗോ ഫോർ എ ഡ്രൈവ്. കം ഓൺ, വാ. കുടിച്ചുണ്ടോ? ഇല്ല, ഞാൻ അടിച്ചോളാം. വാ. ശരിയെന്നാ. ഓക്കെ. പിന്നെന്ത് ചെയ്യുന്ന നേരത്ത്? ഹലോ റീനുവേ, എന്തുട്ടാ? എപ്പോ? എവിടെ വെച്ച്? എന്തിനാടാ? ആ ദേ വരണു. എന്നതാ ഉണ്ടായേ? ആ പയ്യനെ കള്ളക്കടത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തു. കർത്താവേ, എന്തൊക്കെ പുലിവാലാണോ? എവിടാ തണ്ടി? അകത്തുണ്ട്. അവൻ എന്തിട്ട് കള്ളക്കടത്ത് നടത്തിയ? ആനപ്പിണ്ടം. എന്നിട്ട് ആനപ്പിണ്ടം. ഫ്രെയിം ചെയ്താ ജോയെ, ജാമ്യൊന്നും കിട്ടില്ല. കേസ് നടക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കുണ്ടാവേണ്ടി ആനപ്പിണ്ട പ്രശ്നമൊന്നും വേണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞല്ലേ. നിങ്ങൾ ഇങ്ങോട്ട് അകത്തേക്ക് വന്നേ. ഇടിവെറ്റന്റെ തല കിടന്ന് പാമ്പ് ഡാൻസ് കളിക്കുന്നു. അല്ല, ഈ ആനപ്പിണ്ടെന്ന് പറയുന്നത് നിങ്ങക്ക് റോട്ടിൽ കൂടെ അങ്ങോട്ടും കൂടെ തട്ടിക്കളിക്കല സാധനം വിചാരം? ഓണേഴ്സിന്റെ അനുവാദം അല്ലാതെ ഒരു സാധനം കടത്തണതിനാണ് ഞങ്ങൾ പോലീസുകാർ കള്ളക്കടത്ത് എന്ന് പറയുന്നത്. വണ്ടിയിലുള്ള ആനപ്പിണ്ട് എടുക്കാൻ റെസ്പെക്റ്റീവ് ആന മുതലാളിമാരുടെ പെർമിഷൻ ഉണ്ടോ നിങ്ങക്ക്? മുതലാളി, എന്നെ രക്ഷിക്കും മുതലാളി. കുറച്ച് കഴിയട്ടെ. പോരാണ്ട് എൻവയറൺമെന്റ് ബോർഡിന്റെ കംപ്ലൈന്റ് വേറെയും. സാറേ, ആന ഇങ്ങനെ വെറുതെ റോഡിലൂടെ പോകുമ്പോ അത് വെറുതെ ഇടുന്ന സാധനമല്ലേ ഈ പിണ്ടം. അന്ന് വെച്ച് നിങ്ങൾ ആനനെ അറസ്റ്റ് ചെയ്യാറുണ്ടാ? ഇനിയില്ലേ വർത്താനെങ്കില് നീ ഉള്ളിൽ കിടക്കും കാണാ. പാർട്ടിയുടെ ആളാ, പറഞ്ഞിട്ട് കാര്യമില്ല. ക്രിമിനൽ കുറ്റമൊന്നും അല്ലല്ലോ സാറേ, ഒരു ജാമ്യം കൊടുത്തൂടെ? എന്തോ എനിക്കെന്റെ അമ്മയെ കാണണം. മിണ്ടായിരിക്കടാ. പാർട്ടിന്ന് നേരിട്ട് വിളിച്ചു പറഞ്ഞ കേസാ. ഇനി എന്തെങ്കിലും നടക്കണമെങ്കിൽ കേസ് സാർ വിചാരിക്കണം. എന്റെ പട്ടി പിടിക്കാനുള്ള കാര്യം നിങ്ങൾ ഇവരെ കോടതിയിൽ സമർപ്പിക്കുമല്ലോ. ഞാൻ അവിടെ നിന്ന് ജാമ്യം എടുത്തോളുണ്ട്. വക്കീൽ വാ വക്കീലെ. ശരിയപ്പോ നീ റെസ്റ്റ് ചെയ്തോ പയ്യാ. മുതലാളി, എന്റെ കൂടെ കൊണ്ടുപോവാ മുതലാളി. പോയാ നീ പേടിക്കണ്ട, ജോയേട്ടൻ എല്ലാം റെഡിയാക്കും. ഊറ ഒക്കെ ശരിയാക്കും. നിങ്ങളുടെ കൂടെ കൂടിയ പിന്നെ എന്റെ ജീവിതം ആന ചവിട്ടിക്കുട്ടി ആനപ്പിണ്ട മരിച്ചോ. എനിക്ക് എന്റെ അമ്മയെ കാണണം. അമ്മേനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചാ മതിയാ? ചക്ക സ്ഥലം കലയൊക്കെ നോക്കടാ. ചെല്ലേ. അയ്യോ, ദേ പോണു. എന്റെ പിണ്ടങ്ങൾ കിടക്കണ കിടപ്പ് കണ്ട. കോടതിയിൽ ആ സംഭവം കഴിഞ്ഞോടുകൂടി ഞാൻ ആകെ ഡൗൺ ആയിരുന്നു വക്കീലെ. ഇപ്പൊ ചാർജായി. വക്കീല് കണ്ടോ, ഇവരൊക്കെ കോടതിയിൽ വെച്ച് ഞാൻ പൊരിപ്പിക്കും. അവരുടെ ഫോൺ റെക്കോർഡെങ്കിൽ ഫോൺ റെക്കോർഡ്, വിഷ്വലെങ്കിൽ വിഷ്വല്. ഒരു കളി കളിക്കാൻ പോണു വക്കീലെ. ഗ്രീനൊന്നി കയറിയ ഇനി അങ്ങോട്ട് പൂരാണ് വക്കീലെ, തൃശ്ശൂർ പൂരം. നിങ്ങൾ കണ്ടോ? ജോയേട്ടാ, വക്കീലിന് പോകാൻ വേറെ വണ്ടിയില്ലാട്ടോ. അതെങ്ങനെയും പൊക്കോളൂ. ഇതിനൊക്കെ ആരെ പീഡിപ്പിക്കാനുണ്ടാ? നമുക്ക് തന്നെ പേടിയാവണം.